ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോക്കനട്ട് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉഴുന്ന് ചേർക്കാതെയാണ് നമ്മൾ ഈ ദോശ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം. നമ്മൾ അരി വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വരണം. അതുവരെ ഇത് കഴുകിയെടുക്കേണ്ടതാണ്. എന്നിട്ട് നമുക്കിതിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കണം. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ സമയം കുതിർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി എടുത്തിരുന്ന കപ്പിൻ്റെ അതേ അളവിൽ തന്നെ തേങ്ങയും 1.5 കപ്പ് അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാവെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ തേങ്ങാവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ നമുക്കിതിലേക്ക് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അധികം ചൂടില്ലാത്ത ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒഴിച്ച വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടി തേങ്ങാവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചാലും മതിയാകും. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ കൂടി തേങ്ങാവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. 5 മണിക്കൂർ സമയം നമ്മളിത് അടച്ച് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശമാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ദോശയ്ക്കുള്ള മാവ് നമുക്ക് വൈകുന്നേരം അരച്ച് വെച്ചിട്ട് രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം രാവിലെ ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാവ് ഇതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കിയെടുക്കാം. 2 തവി വീതം മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഒരു 40 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് വേവുന്നതാണ്. 1 മിനിറ്റ് തികച്ചും വേണ്ട. അടച്ച് വെച്ച് വേവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിറയെ ഹോൾസുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ചൂടോട് കൂടി തന്നെ കറി ഒഴിച്ച് കഴിക്കുന്നതാണ് കൂടുതലായിട്ടും ടേസ്റ്റ് അനുഭവപ്പെടുന്നത്. ഏത് കറി വേണമെങ്കിലും നമുക്ക് ഈ ദോശയുടെ കൂടെ കഴിക്കാം. ചട്നി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. നിറയെ ഹോൾസുള്ള ദോശ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ചട്നി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 5 ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 3 വറ്റൽമുളക് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അളവിൽ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ട് വരണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തേങ്ങ കൊണ്ടുള്ള കുഞ്ഞു ദോശ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.